ഇപ്പോൾ വിഷയത്തോട് പ്രതികരിക്കാൻ ശ്രീ ജോർജ് പൊടിപ്പാറ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇത് മുന്നണിയിൽ സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇറങ്ങിയ മന്ത്രിയും മന്ത്രിസ്ഥാനത്തേക്ക് കയറിയ ആളും കൂടി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടക്കുന്നത് അത് വളരെ അപൂർവമായിട്ട് സാധാരണ ആളുകൾക്ക് പോലും തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്നാൽ അത് കൺട്രോൾ ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടതായിരുന്നു. ഇത് വൈകിപ്പോയി എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? ഇതിനി തുടർന്നാൽ എന്തായിരിക്കും മുന്നണിക്കുള്ളിൽ സംഭവിക്കുക? തുടർന്നാൽ അത് മുന്നണിക്ക് തലവേദന സൃഷ്ടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, അത് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മുന്നണി എന്നുള്ള നിലയിൽ അത് തുടരാൻ അനുവദിക്കുകയോ ചെയ്യുന്നത് മുന്നണിയെ തന്നെ ബാധിക്കും. ഈ രണ്ട് മന്ത്രിമാരെ മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് പലതരം വിഷയങ്ങൾ, ആരോപണങ്ങളുണ്ട്. ഇപ്പോ പദവി ഒഴിഞ്ഞ മന്ത്രിയും അല്ലെങ്കിൽ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ നിലവിലുള്ള മന്ത്രി, ആ വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള ഈ പൊരുത്തമില്ലായ്മയും അവർ തമ്മിലുള്ള പരസ്യമായിട്ടുള്ള പ്രസ്താവന യുദ്ധവും സത്യത്തിൽ അവരെ മാത്രമല്ല ബാധിക്കുന്നത്. ഇപ്പൊ താങ്കള് തുടക്കത്തിൽ ചോദിച്ച പോലെ ഈ മുന്നണിയിൽ എന്തുകൊണ്ട് അവരാരും ഇതിനകത്ത് ഇടപെടുന്നില്ല? മുഖ്യമന്ത്രി ഇതൊന്നും കാണുന്നില്ലേ? മുന്നണി കൺവീനർ ഇതൊന്നും കാണുന്നില്ലേ? എന്തുകൊണ്ട് ഈ വാക്പോരും ഈ എന്താ പറയാ വിഴുപ്പലക്കലും തുടരാൻ അനുവദിക്കുന്നു? ഇപ്പൊ ആന്റണി രാജു ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ നിയമനങ്ങളെല്ലാം ഗണേഷ് കുമാർ റദ്ദ് ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നം കിടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ റദ്ദ് ചെയ്ത നടപടിയൊക്കെ പുതിയ മന്ത്രിയുടെ ഒരു അവകാശമാണ്. അതിനകത്തൊരു അനഭിജിത്യം ഉണ്ടായിരുന്നതാണ് ആന്റണി രാജു ചെയ്തതിന്. പുതിയ മന്ത്രി സ്ഥാനം ഏൽക്കുന്നതിന് തൊട്ടു മുമ്പ് കുറെ നിയമനങ്ങളും കുറെ ട്രാൻസ്ഫറുകളും പ്രൊമോഷനുകളും ഒക്കെ ചെയ്യാന്ന് പറയുന്നത് സത്യത്തിൽ വരുന്ന മന്ത്രിയെ തല്ലൊന്ന് പ്രകോപിച്ചതിൽ തെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ അതിനകത്ത് അത്ഭുതമില്ല. പക്ഷെ അതിന്റെ പേരിൽ പരസ്പരം വിഴുപ്പലക്കുന്നതിലാണ് പ്രശ്നം. അത് ഒട്ടും ഗുണകരമായ കാര്യമല്ല മുന്നണിക്ക്. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് രണ്ട് മന്ത്രിമാർ തമ്മിലുള്ള ഈ വാക്കുയുദ്ധം മുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് ക്ഷതമേൽപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്, മുന്നണിക്കുണ്ട്, മുന്നണി കൺവീനർക്കും ഉണ്ട്. ഇത് അധികം വൈകാതെ അത് പരിഹരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ പരിധി വിട്ടുപോകും. ശരി, നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ.